ധഗായം മഹാവീര്യം ചന്ദ്രാദിത്യവിമർദനം സിംഹികാഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. ഓം രാഹവേ നമഃ. ഓം കേതവേ നമഃ. പ്രിയമുള്ള പ്രേക്ഷകരെ, അസുരാചാര്യൻ രാഹു ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ 1.5 വർഷമായി മീനം രാശിയിലാണ്. ആ രാഹു കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാ ഗ്രഹങ്ങളും പ്രദക്ഷിണമായി സഞ്ചരിക്കുമ്പോൾ ഛായാഗ്രഹങ്ങളായ രാഹുകേതുക്കൾ അപ്രദക്ഷിണമായി സഞ്ചരിക്കുന്നു. എത്ര വർഷമാണ് രാഹു ഒരു രാശിയിൽ നിൽക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. രാഹു ഒരു രാശിയിൽ നിൽക്കുന്നത് 1.5 വർഷമാണ്. ഏറ്റവും കൂടുതൽ വർഷം നിൽക്കുന്നത് ശനി 2.5 വർഷം, പിന്നെ രാഹു 1.5 വർഷം, പിന്നെ വ്യാഴം 1 വർഷം, പിന്നെ ആദിത്യൻ 30 ദിവസം, ചന്ദ്രൻ 2.25 ദിവസം, മറ്റ് ഗ്രഹങ്ങളായ ചൊവ്വ, ശുക്രൻ, ബുധൻ ഇവരൊക്കെ തന്നെ 1 മാസം മുതൽ 45, 2 മാസം, ചിലപ്പോഴൊക്കെ 3 മാസം വരെ നിന്നു എന്നും വരും. പക്ഷേ ബുധൻ സൂര്യനോടുകൂടി അനുധാവനം ചെയ്തുകൊണ്ട് മാക്സിമം 30-45 ദിവസം മാത്രം. ശുക്രനൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് 3 മാസം 4 മാസം ഒക്കെ. ഇപ്പോഴും ശുക്രൻ നിൽക്കുന്നത് 3 മാസത്തോളമായി ഉച്ചരാശിയായ മീനത്തിൽ നിൽക്കുന്നു. പക്ഷേ രാഹുകേതുക്കളുടെ സഞ്ചാരം 1.5 വർഷമാണ്. വക്രിയായി സഞ്ചരിക്കുന്നു. റിട്രോഗ്രേഷൻ എന്നാണ് വക്രിക്ക് പറയുക. മറ്റ് സപ്തഗ്രഹങ്ങളും പ്രദക്ഷിണമായി സഞ്ചരിക്കുന്നു. ചിലപ്പോൾ അത് വക്രിയായി വരും, അപ്രദക്ഷിണമായി വരും. അത് വളരെ ബലമാണ്. വക്രനസ്തു മഹാവീര്യാഹ. വക്രിയായ ഗ്രഹം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് പ്രമാണം തന്നെയുണ്ട്. അതിനാൽ കഴിഞ്ഞ 1.5 വർഷമായി മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹു വക്രിയായി കുംഭത്തിലേക്ക് വരികയാണ്. ഒരു മഹാ സഞ്ചാരമാണ് നടക്കുന്നത്. കാരണം രാഹുകേതുക്കൾ പാപഗ്രഹങ്ങളാണ്, വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ലഗ്നം 2, 4, 5, 7, 8, 12 ഭാവങ്ങളിൽ രാഹു വളരെ ദോഷമാണ്. പക്ഷേ രാഹു പലപ്പോഴും യോഗപ്രദനായി വർത്തിക്കും. എവിടെ? രാഹു 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, 6-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, 10-ാം ഭാവം 11-ാം ഭാവത്തിലും നിൽക്കുമ്പോൾ. രാഹു ആരാണ് യഥാർത്ഥത്തിൽ? ജ്യോതിഷത്തിൽ അസുരാചാര്യനാകുന്നു രാഹു. രാഹുവാണ് പണ്ട് പാലാഴി കടഞ്ഞ സമയത്ത് അമൃത് ഭക്ഷിച്ചത്. അങ്ങനെ രാഹുവിന് മരണമില്ല. ആ സമയത്ത് ദേവന്മാർ രാഹുവിനെ വെട്ടുന്നു. അങ്ങനെ ശിരസ്സും മുടലും 2ആയി മാറുന്നു. ആ ശിരസ്സിനെയാണ് രാഹു എന്നും പിന്നീടുള്ള ഭാഗമാണ് കേതു എന്നും പറയുന്നത്. ഇംഗ്ലീഷിൽ ഡ്രാഗൺസ് ഹെഡ് എന്നാണ് രാഹുവിനെ പറ്റി പറയുന്നത്. കേതുവാണെങ്കിൽ ഡ്രാഗൺസ് ടെയിൽ. 18 വർഷമാണ് രാഹുദശ. രാഹു ഭരിക്കുന്ന നക്ഷത്രങ്ങൾ എന്തെന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. തിരുവാതിര, ചോതി, ചതയം ഈ നക്ഷത്രങ്ങളുടെ അധിപനാകുന്നു രാഹു. കേതുവിനെ പറ്റി നാം പ്രത്യേകം വീഡിയോ എന്തായാലും എൻ്റെ പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നുണ്ട്. 18 വർഷത്തെ രാഹുവിൻ്റെ മാറ്റങ്ങൾ നാം ആദ്യം സസൂക്ഷ്മം നിരീക്ഷിക്കുക. അതിനുശേഷം കേതുവിൻ്റെ മാറ്റങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇവിടെ രാഹുവിൻ്റെ ദശാകാലങ്ങളിൽ പലപ്പോഴും മധ്യകാലത്ത് രാഹു നല്ല ഫലം ചെയ്യും. ദശാവസാനേ സകലം വിനാശം. ഒരു ദശയുടെ അവസാനം എല്ലാം നശിപ്പിക്കുമെന്ന ഫലവും പറഞ്ഞിട്ടുണ്ട് രാഹുവിന്. രാഹു എപ്പോഴാണ് കുംഭത്തിലേക്ക് വരുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 1200-ാം ആണ്ട് ഇടവമാസം 5-ാം തീയതി, അതായത് 2025 മേടമാസം 19-ാം തീയതി പുലർച്ചെ 1 മണിക്കാണ് രാഹു കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. പ്രധാനപ്പെട്ട 3 ഗ്രഹങ്ങൾ ശനി, വ്യാഴം, രാഹു. ഇതിൻ്റെ മാറ്റങ്ങൾ സസൂക്ഷ്മം നാം വിലയിരുത്തും. കാരണം ഇതാണ് ഓരോ രാശിയിലും വളരെ കൂടുതൽ കാലം നിൽക്കുന്നത്. ശനി 2.5 വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. ആ ശനി ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് 29-ാം തീയതി മീനം രാശിയിലേക്ക് പ്രവേശിച്ചു. വ്യാഴം 15-ാം തീയതി
ഏത് 15? മെയ് 15-ന് വ്യാഴമിതാ മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രാഹുവാകട്ടെ 19-ാം തീയതി, മെയ് മാസം 19-ാം തീയതി പുലർച്ചെ 1 മണിക്ക് കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി പ്രിയമുള്ള പ്രേക്ഷകരെ, രാഹു ഉണ്ടാക്കുന്ന ഗുണദോഷങ്ങളെ നാം ചിന്തിക്കണം. കുര്യാദഹി ക്ഷിതിപചോര വിഷാഗ്നി ശസ്ത്രഭീതിം സുതാർത്തി മതിവിഭ്രമ ബന്ധുനാശം നീജാശ്രയം അനതിക്രമതോപവാദം സ്ഥാനച്യുതിം പദഹതിം കൃതകാര്യഹാനിം. ഇപ്രകാരമാണ് രാഹുദോഷത്തെ നിരൂപിച്ചിരിക്കുന്നത് ആചാര്യൻ. കുര്യാത് അഹിഹി, സർപ്പം രാഹു ഇപ്രകാരം ചെയ്യും. ക്ഷിതിപചോര വിഷ അഗ്നിശസ്ത്രഭീതിം, ഭയമുണ്ടാക്കും രാജാവിൽ നിന്നും, കള്ളനിൽ നിന്നും, അഗ്നിയിൽ നിന്നും, ആയുധങ്ങളിൽ നിന്നും, സർജറികളിൽ നിന്നും. മതിവിഭ്രമം, മനസ്സിന് ഭ്രമത്വമുണ്ടാക്കും, ബുദ്ധി നേർക്ക് നിൽക്കില്ല, ബന്ധുക്കൾക്ക് നാശമുണ്ടാകുന്നു. നീചാശ്രയം, നീചന്മാരെ ആശ്രയിക്കേണ്ടി വരും. അനതിക്രമതോപവാദം, ഒരിക്കലും അപവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടില്ല. സ്ഥാനച്യുതിയും, തൻ്റെ സ്ഥാനത്തിന് പൊസിഷനിൽ നിന്നും വീഴ്ചയുണ്ടാകുന്നു. കൃതകാര്യഹാനിയും, പല കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം അപകടമുണ്ടാക്കുന്നു. ഇതൊക്കെ രാഹുവിന് ദോഷഭാവമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ രാഹു ചില നല്ല ഭാവങ്ങളിൽ പ്രവേശിച്ചാൽ അതിൻ്റെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചിന്തിക്കേണ്ടത്. അതിനാൽ മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളെ നാം വിലയിരുത്തുകയാണ്. പ്രിയമുള്ള പ്രേക്ഷകർ, ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചാരവശാൽ രാഹുവിൻ്റെ കുംഭം രാശിയിലേക്കുള്ള പ്രയാണവും അതെപ്രകാരം കന്നി രാശിക്കാർക്ക് ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാകുന്നു. കന്നിരാശി എന്നാൽ നിങ്ങൾക്കറിയാം, ഉത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി. ഇവിടെ കന്നിരാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു ശക്തമായ ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. രാഹു 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. പാപഗ്രഹങ്ങൾക്ക് ഏറ്റവും പവർഫുള്ളായ ശക്തമായ ഭാവമാകുന്നു 3, 6, 11 ഭാവങ്ങൾ. ത്രയാരിഷ് വസതാവാസോ ദീർഘായുഷ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 3, ആയം 11, അരി 6. ഇവിടെ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ വളരെയധികം ശുഭത്വത്തെ പ്രദാനം ചെയ്യും. അതിനാൽ നന്മകൾ പ്രദാനം ചെയ്യും. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു കന്നിരാശിക്കാർക്ക് ശത്രുവിനെ നശിപ്പിക്കും എന്നാണ് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത്. രിപൂണാം അരണ്യം ദഹേദേവ രാഹുഹു, ശത്രുവിൻ്റെ കാട് ചുട്ടരിക്കും 6-ൽ നിൽക്കുന്ന രാഹു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ രാഹു കന്നിരാശിക്കാർക്ക് വളരെയധികം ശുഭത്വത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ഇന്ന് കന്നിരാശിക്കാർക്ക് ചാരവശാലിത വ്യാഴം 10-ാം ഭാവത്തിലേക്ക് വരികയാണ്. ഗൃഹനിർമ്മാണ പ്രവർത്തനം, ഒരടങ്ങടി ഉപ്പിൻ്റെ അരി വെച്ച് കൊടുക്കുന്ന അവസ്ഥ, അത് വിവാഹ വിഷയമായാലും പുത്തൻ വീടായാലും ഈ വ്യാഴം വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. കഴിഞ്ഞ വർഷം വ്യാഴം 9-ലായിരുന്നു. പലപ്പോഴും പലരും ഭൂമി വാങ്ങിയിട്ടുണ്ടാകാം, വിവാഹ തീരുമാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകാം. അതിൻ്റെ പൂർണ്ണത ഈ വരുന്ന മെയ് 15 മുതൽ വരുന്ന ഒരു വർഷം 10-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ധാരാളം സാമ്പത്തികമായ, കുടുംബപരമായ, ഭൂമിപരമായ, വിവാഹപരമായ, കർമ്മപരമായ ദൗത്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് നീങ്ങുവാൻ പര്യാപ്തമാക്കും ഒരു വ്യക്തിയെ. അതിന് ഉപോദ്ബലകമായി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരു പില്ലറായി വർത്തിക്കും 6-ൽ നിൽക്കുന്ന രാഹു. പലപ്പോഴും മീനത്തിലും കന്നിയിലും നിൽക്കുന്ന രാഹു ബലവാനാണ്. പ്രത്യേകിച്ച് കന്നിയിലെ രാഹു 6-ാം ഭാവത്തിൽ ഇപ്പോൾ രാഹു ചാരവശാൽ വരുമ്പോൾ ഈ 1.5 വർഷം ഏറ്റവും അധികം ഗുണങ്ങൾ അനുഭവിക്കുന്ന ഒരു രാശിക്കാർ കന്നി രാശിക്കാരായിരിക്കും, സംശയവുമില്ല. പ്രാർത്ഥിക്കണം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ പഞ്ചാക്ഷരി മന്ത്രം. നാഗക്ഷേത്രത്തിൽ യഥാശക്തി ആയില്യപൂജ, സർപ്പബലി, നൂറുംപാലും, മഞ്ഞൾ, അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിന് വെളിയിലാണെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്ത് ഈ രാഹുവിനെ നന്നാക്കുക. ബലം ബുദ്ധിവീര്യം ധനന്തദ്വശേന സ്ഥിതേ വൈരിഭാവേബി യേഷാം ജനാന. 6-ൽ രാഹു നിൽക്കുമ്പോൾ ബലം ബുദ്ധിവീര്യം, ഒരാൾ അങ്ങേയറ്റം ബലവാനാകും. തൻ്റെ ബുദ്ധിയുടെ വീര്യം
അയാൾ പ്രകടിപ്പിക്കും. അതിലൂടെ ധനം ലഭിക്കും. ബുദ്ധി ഉപയോഗിച്ച് ധനം ലഭിക്കുക. ഈ സമയത്തായിരിക്കും പലപ്പോഴും കമാൻഡോസ് അല്ലെങ്കിൽ വലിയ പോലീസ് ഓഫീസർമാർ അല്ലെങ്കിൽ ഫയർ സർവീസിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ സാഹസികമായ പല അവസരങ്ങളും തനിക്ക് ലഭിക്കുക. അതിലൂടെ ഹയർ പ്രമോഷൻ, ഉയർച്ച, ധനപരമായ ആർത്ഥികമായ ലാഭങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും 6ൽ നിൽക്കുന്ന രാഹു എന്ന് അർത്ഥം. സ്ഥിരം മാനസം മാതുലോവാന പിതൃവ്യ. തനിക്ക് സ്ഥിരമായ മനസ്സുണ്ടാകും. തൻ്റെ മനസ്സ് സ്ഥിരത, ഏതിനെയും നേരിടുവാനുള്ള സ്ഥൈര്യം മനസ്സ് പ്രകടിപ്പിക്കും. ചഞ്ചല മനസ്സായിരിക്കുകയില്ല. അമ്മാമന്മാർക്കും അച്ഛൻ്റെ സഹോദരങ്ങൾ, അച്ഛൻ്റെ ആളുകൾക്കും ഈ രാഹു വളരെ ദോഷം ചെയ്യും. അതിനാൽ മാതുലന്മാർക്കും അച്ഛൻ്റെ സഹോദരങ്ങൾ, ഗ്രാൻഡ് പാരൻസ്, അച്ഛൻ്റെ അച്ഛൻ മുതലായവർക്കും ഈ രാഹു നല്ലതല്ല. ഞാൻ പ്രാർത്ഥനകൾ ഇവിടെ സൂചിപ്പിച്ചു. ഈ രാഹുവിൻ്റെ മന്ത്രം ചൊല്ലി ഈ രാഹുവിനെ നന്നാക്കുക. വളരെയധികം നന്മകൾ രാഹു പ്രദാനം ചെയ്യും. 6ാം ഭാവത്തിൽ പാപഗ്രഹം വരുമ്പോൾ തതങ്കേ രുഗ്വ്രണാധികം, ആ ഭാഗത്ത് രോഗവും വ്രണങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അടിവയറിനെ വളരെയധികം ശ്രദ്ധിക്കണം. പാദങ്ങളിൽ ശ്രദ്ധിക്കുക. ത്വഗ്രോഗങ്ങൾ വന്ന് ബുദ്ധിമുട്ടുണ്ടാകും. ചൊറിയും വ്രണങ്ങളും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അസമയത്തുള്ള യാത്ര, പ്രകാശമില്ലാതെ സഞ്ചരിക്കരുത്. വിഷസ്പർശമേൽക്കും. വിഷസ്പർശനം ഏൽക്കുമ്പോൾ പാമ്പിൻ്റെ കടി മാത്രമെന്ന് മനസ്സിൽ ചിന്തിക്കരുത്. നായ, തെരുവ് നായയെ ശ്രദ്ധിക്കണം. വീട്ടിലെ പട്ടിയെ ശ്രദ്ധിക്കണം. വീട്ടിലെ പൂച്ചയെ ശ്രദ്ധിക്കണം. അതിനാൽ വിഷസ്പർശം ഉണ്ടാകുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ശരീരത്തിൽ ഇഞ്ചക്ഷൻ, പോയിസൺ ഇഞ്ചക്ഷൻ വെക്കേണ്ടുന്ന അവസ്ഥ വരും. കുപ്പിച്ചില്ല് ചെരുപ്പിടാണ്ട് നടക്കുക, അസമയത്ത് നടക്കുക. അപ്പോൾ കുപ്പിച്ചില്ലൊക്കെ പാദങ്ങളിൽ തുളഞ്ഞു കയറുക, കമ്പി കൊള്ളുക. അപ്പോൾ പെട്ടെന്ന് പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടുന്ന അവസ്ഥ, അതൊക്കെ വിഷമാണ്. ഇന്നെല്ലാ മരുന്നുകളും വിഷമാണ്. അതിനാൽ ശാരീരിക വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഡിസ്ക് വേദന വരും. ഘനമുള്ള ഒരു വസ്തുക്കളും എടുത്ത് പൊക്കാൻ പാടില്ല കുംഭൻ രാശിക്കാർ. കന്നി ജലരാശിയാണ്. വെള്ളത്തിലൂടെ തെന്നി പാദങ്ങൾക്ക് അപകടം, ഫ്രാക്ചർ വരും. ഇതൊക്കെ ശ്രദ്ധിക്കുക. പാപഗ്രഹങ്ങൾ 6ാം ഭാവത്തിൽ വരുമ്പോൾ പല രീതിയിൽ നമ്മളെ സഹായിക്കും. പക്ഷേ അതിൻ്റെ ദോഷഫലങ്ങളെ ശാരീരികമായി നാം നേരിടണം. നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും, അപകടങ്ങൾ ഉണ്ടാകും, ശ്രദ്ധിക്കണം. എല്ലാ പ്രിയപ്പെട്ട കന്നി രാശിക്കാർക്കും ഒരു ശോഭനമായ 1.5 വർഷക്കാലത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.